ശ്രദ്ധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ യാചനകൾ ശ്രദ്ധിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ജയത്തോടെ നമുക്ക് നിൽക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവനാമ മഹത്വം എടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ എല്ലാ യാചനകളുടെ ശബ്ദം കേട്ട് ഉത്തരമരുളുന്ന ദൈവം. ഹല്ലേലൂയ. ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ കർത്താവ് കൃപ ചെയ്യണം. കർത്താവിന്റെ നാമത്തിൽ ജയത്തോടെ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. ആ കൃപ നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടപാടുകളിലും പോകാതെ വേണം നിൽക്കുക. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ അവിടെ നിന്ന് കരമുയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ സഹോദരി ലിജി റെൻസി ബാംഗ്ലൂരിൽ നിന്ന് ഹല്ലേലൂയ പാട്ടുകൾ പാടി ഇന്നത്തെ പ്രഭാതത്തിനായി ശുശ്രൂഷകർക്കായി ക്ഷണിക്കുക. കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തോണ്ടായിരിക്കട്ടെ. ഈ പകൽക്കാലം ദൈവസന്നിധാനത്തിലായിരുന്നു ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാന് നമ്മളെയൊക്കെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തില് എത്രയോ ആയിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പം നമുക്ക് ദൈവസന്നിധാനത്തിൽ നിന്ന് ഇരിപ്പാന് ദൈവം ആയുസ്സും ആരോഗ്യം ബലം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. ഇത്രമേലിനി സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരെ നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരെ നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാര്യരുൾ പാണിയല്ല വേദന, നാശത്തിലായ എൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ രോദനം. എത്ര ദൂരെ നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ള ഒരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നല്ലേ നീ. എത്ര ദൂരെ നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരെ നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എത്ര ദൂരം നമ്മൾ ദൈവത്തെ വിട്ട് ഓടിപ്പോയാലും അത്ര നേരം നമ്മളെ കാത്തു നിന്ന്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, കാത്തു നിൽക്കുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ. നമ്മൾ പറഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. തള്ളിക്കളയുമ്പോഴും ചൂടുള്ള അപ്പം ചുട്ടോണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ നോക്കിയിരിക്കുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി
എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞ മരണം മാറും. നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞ മരണം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. യേശുവെ പോലെ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകയാൻ ആരും ഈ ഭൂമിയിലില്ലേ. യേശുവെ പോലെ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എന്നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ വിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ പാപം മാറും, നീ പറഞ്ഞ ശാപം മാറും. നീ പറഞ്ഞ പാപം മാറും, നീ പറഞ്ഞ ശാപം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ആമേൻ, ഹല്ലേലൂയ. അസാധ്യമൊന്നും നമ്മുടെ കർത്താവിന്റെ കയ്യിലൊന്നുമില്ല പ്രിയമുള്ളവരെ. എല്ലാം സാധ്യമാണ്. നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ മതി, ദൈവം എല്ലാം തരാൻ ശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത്രയും സമയം ദൈവ സന്നിധാനത്തിൽ പാടുവാൻ, ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം ഒരുക്കി തന്ന ദൈവദാസനെയും കുടുംബത്തെയും ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ഹല്ലേലൂയ പ്രഭാതത്തിൽ പാട്ടുകൾ പാടുവാൻ ഹല്ലേലൂയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ ഹല്ലേലൂയ കർത്താവ് അവരെ എല്ലാവരും ഇടയാക്കട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ട് ഹല്ലേലൂയ ദൈവദാസനെ പാസ്റ്റർ മാത്യു വർഗീസ് അവറുകളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത കാലത്ത് ദൈവസ്ഥനിലായിരിക്കാൻ തക്കോണം കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സംഭവമായ ഓരോ ദിവസങ്ങളിലും കർത്താവ് നമ്മളെ പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദയക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഈ 1 മണിക്കൂർ വേറെ 1000 മണിക്കൂറിനെക്കാട്ടിൽ ഉത്തമമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും യാചനകളൊക്കെയും കർത്താവ് കേട്ട് ഹല്ലേലൂയ മറുപടി തരാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാവിലെ വളരെ മനോഹരമായ ഒരു ഗീതം പാടി, എത്ര ദൂരം നാം ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയാലും നമ്മളെ തേടി വരുന്ന ഒരു പിതാവിനെ കുറിച്ച് കേൾക്കാനിടയായി. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ നമുക്ക് കടക്കാം. 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രഭാത കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരുന്ന കർത്താവേ, സ്തോത്രം.
ഈ പ്രഭാത കാലത്ത് കർത്താവെ സ്തോത്രം, അങ്ങ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കഴിക്കുന്ന ഈ പ്രാർത്ഥനകളും യാചനകളും ഒക്കെയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും ഞങ്ങൾ ദിവസം വെച്ച വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് മറുപടി തന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചോദ്യം ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് കർത്താവ് സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ അനേക വിഷയങ്ങൾ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചല്ലോ കർത്താവെ, അതെല്ലാം കർത്താവ് മറുപടി തന്നിരിക്കുന്നതാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കൃപയ്ക്കുള്ളിൽ ഞങ്ങൾ എല്ലാവരെയും പുതിയ പ്രത്യാശയിൽ നിലനിർത്തണം. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോവുകയാണ്. നമ്മൾ എന്നും ചെയ്തു വരുന്നത് പോലെ 2 വിഷയങ്ങള് നമുക്ക് ദൈവത്തിൽ വെച്ച് പറയാം. അതിന് ഒരാൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. 2 വിഷയങ്ങള് നമുക്ക് പറയാം. അതുകൊണ്ട് അതിനുള്ള സമയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ പേര് ഓമന യോഹന്നാൻ. എനിക്ക് എൻ്റെ കുടുംബത്തിനും 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ആത്മീയമായ ഒരു ഉയർച്ച വളർച്ച അവരുടെ ജീവിതത്തിൽ വേണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജോലി, വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ പേര് അനു തോമസ്. എന്റെ സിസ്റ്ററിലോ സാലി മാത്യു ഇന്നലെ പരുമല ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഇടയായി. 18 ഒരു ക്യാൻസറിന്റെ ഒരു രോഗമുണ്ടായിരുന്നു. അതെല്ലാം ചെക്കപ്പിന് പോയപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ അത് ഒരു ഇതുമില്ലാതെ ബയോപ്സി എല്ലാം നോർമലായി തീരുമാനം പ്രാർത്ഥിക്കണം. അതുപോലെ എൻ്റെ മകൻ മനു തോമസിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാമെങ്കിലും ഒരു മാതാവ് എന്ന നിലയ്ക്ക് ഞാൻ വളരെ ഭാരപ്പെടുകയാണ്. ഇതുവരെയും അവന്റെ വിസയുടെ ഒന്നും ആയിട്ടില്ല. ഈ അടുത്ത മാസം 23-ാം തീയതിയാണ് മോടെ വിവാഹം. ഹന്നായുടെ മോന് വരുവാനായിട്ടും അതല്ലെങ്കിൽ അവന്റെ വിസ എത്ര വേഗം അവർ അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാണെങ്കിലും 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മള് ഈ 2 വിഷയങ്ങള് നമ്മൾ കേട്ടല്ലോ. ഓമന യോഹന്നാൻ പറഞ്ഞ വിഷയങ്ങൾ കേട്ടല്ലോ. അവർക്ക് 3 കുഞ്ഞുങ്ങളാണ്. അവരെ ആത്മീയമായി ദൈവസേനയിൽ ഉയരുവാനും അവർക്ക് നല്ല ജോലി, നല്ല ഭാവി ഉണ്ടാകാനും ദൈവസേനയിൽ നല്ല നമ്മൾ അറിഞ്ഞ സന്തോഷത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാനും ആത്മീയമായ ഒരു ഉയർച്ച കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ അനു തോമസ് പറഞ്ഞ വിഷയം നാം കേട്ടല്ലോ. ഒരു സഹോദരിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതല്പം പ്രയാസത്തിലായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ബയോപ്സിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അത് നല്ല നോർമലായി തീരുവാൻ തൊക്കണം. സ്വർഗത്തിലെ ദൈവം എവിടെയാക്കട്ടെ. ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മനു തോമസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കാര്യങ്ങൾ എത്രയും വേഗം ക്രമീകരിക്കുവാനും മടങ്ങി വരുവാനും ദൈവം എവിടെയാക്കട്ടെ. ഹന്നായിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹം വളരെ മനോഹരമായി നടക്കണം. ഈ വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് ആശ്രയിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ കർത്താവ് ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണനെ പോലെ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച് സുഖകരമായി ഉറക്കി ഒരു സുപ്രഭാതം കൂടെ കാണുവാനും അങ്ങേന്ന് സ്തുതിപ്പാനും ബോധ്യപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഈ മനോഹരമായ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ സഹോദരിമാർ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓമന സിസ്റ്റർ പറഞ്ഞതായ വിഷയമുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവരുടെ കുഞ്ഞുങ്ങൾ 3 പേരും ആത്മീയമായി ഉയരുവാൻ, ആത്മീയ കാര്യങ്ങൾ ഇടപെടുവാൻ, ആത്മീയമായി മുൻപോട്ട് പോകുവാൻ കുഞ്ഞുങ്ങളെ 3 പേരെയും നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, മാതാപിതാക്കൾ പോയ പാതയെ പിൻപറ്റി അവർ മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവർക്ക് ജോലിയുടെ ആവശ്യമുണ്ടല്ലോ കർത്താവ്. നല്ല നല്ല ജോലികൾ കൊടുത്തവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഫ്യൂച്ചർ ലഭിക്കാൻ സഹായിക്കണമേ കർത്താവ്. അവരാഗ്രഹിച്ച നിലയിൽ അവർ പഠിച്ചതായ വിഷയത്തിന്റെ മുകളിൽ അവർക്ക് ജോലി ലഭിക്കാൻ 3 കുഞ്ഞുങ്ങളെ എവിടും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു വിധത്തിൽ അവർ ഭാരപ്പെടുവാൻ, ദുഃഖിക്കുവാൻ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കുടുംബമായ ഒരു സന്തോഷമായി സമാധാനമായി ജീവിപ്പാൻ എല്ലാ നന്മകളാൽ നിറച്ചവര് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയാനി സിസ്റ്റർ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്. തന്റെ സഹോദരിയുടെ
ഓപ്പറേഷനൊക്കെയും കർത്താവെ അത് ദൈവമേ യാതൊരു പ്രയാസവും കൂടാതെ അതെല്ലാം കർത്താവ് നടത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. തടസ്സമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ദൂരീകരിക്കണമേ കർത്താവെ. ദൈവമേ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കരം തൊട്ട് ദൈവമേ ഓപ്പറേഷൻ തിയേറ്ററിൽ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവെ ഓപ്പറേഷൻ സക്സസ് ആയിരിക്കുമ്പോൾ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബയോസിയുടെ റിപ്പോർട്ടൊക്കെ ലഭിക്കുമ്പോൾ കർത്താവെ അവർ നോർമലായി കാണുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനന്തം വ്യസനത്തിന് കാരണമായി തീരുവാൻ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ തോമസിന്റെ വിസയുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും കർത്താവിന്റെ ഹിതം എന്തെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താട്ടെ കർത്താവെ. ഞങ്ങളുടെ ഹിതമല്ല, തിരുഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം കർത്താവ് മുൻപോട്ട് പോകുവാൻ പ്രിയമകന്റെ വിസ കർത്താവെ എല്ലാം ശരിയായി കർത്താവെ വിവാഹത്തിന് വന്നു സംബന്ധിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിനക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ. പ്രിയമകളുടെ വിവാഹമൊക്കെയും കർത്താവെ ഭംഗിയായി നടക്കുവാൻ, മംഗളകരമായി നടക്കുവാൻ, തന്റെ സഹോദരൻ കടന്നു വന്ന് കർത്താവെ അതിൽ സംബന്ധിക്കുവാൻ കർത്താവ് എല്ലാ വഴിയും വാതിലും തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ രണ്ട് വിഷയത്തിന്മേലും കർത്താവ് ജയം തന്നതിനാൽ നന്ദിയോട് സ്തോത്രം. സ്തോത്രം സർവേശ്വപ്പത്തിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. തുടർന്ന് വിഷയങ്ങൾ പറയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മേരി മാത്യു. ഞങ്ങളുടെ ദേശത്ത് ഒരു മഴ പെയ്യാൻ വേണ്ടി ചുറ്റുപാടൊക്കെ മഴ കിട്ടി. ഞങ്ങളുടെ ദേശത്ത് ഭയങ്കര ചൂടാണ്. ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഏകയായി നിൽക്കുന്ന വിശ്വാസത്തിൽ നിൽക്കുന്നതാണ്. മൂത്തമാന് ഓസ്ട്രേലിയയിലായിരിക്കുന്ന പ്രവീൺ അവൻ പഠിച്ച രീതിയിൽ അവനൊരു നന്മ ലഭിക്കുന്നതിന് വേണ്ടി, ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി, ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി, അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്കുള്ള പ്രാർത്ഥന ചോദിക്കുന്നു. സ്തോത്രം. ആമേൻ. അടുത്ത വിഷയം പറയാം. എന്റെ പേര് സജിനി. നമ്മൾ പതിപോലെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. കുഞ്ഞുങ്ങളുടെ വിഷയത്തോടും മോന്റെ വിഷയത്തെ കുടുംബത്തോടും പ്രാർത്ഥിക്കുന്നത് വിഷയം. ഈ രണ്ട് വിഷയങ്ങള് നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. മേരി മാത്യു സിസ്റ്റർ പറഞ്ഞ വിഷയം നമ്മൾ കേട്ടല്ലോ. നാട്ടില് നേരത്തെ തന്നെ ഇപ്രാവശ്യം നേരത്തെ തന്നെ ചൂട് തുടങ്ങിയതാണ് അറിയാനിടയായത്. സ്തോത്രം. പല കിണറ്റിലും വെള്ളം കുറഞ്ഞു തുടങ്ങി. ചൂടിന്റെ വളരെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. മേരി സിസ്റ്റർ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന പോലെ ഏകയായ വിശ്വാസത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നു. അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു ഭാവി ദൈവം ആ കുഞ്ഞിന് കൊടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ സിസ്റ്റർ സജിനിക്ക് വേണ്ടി നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് അവരേത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, നല്ല പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എന്റെ അപ്പാ ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയുടെ പാതപിടയായിരിക്കാൻ തക്കവണ്ണം എന്റെ അപ്പച്ചനെ പാടി സ്തുതിപ്പാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, എന്റെ അപ്പൻ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്ക് നന്ദി ഏറ്റുവാൻ തക്കവണ്ണം ഒരു അവസരം കൂടി ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പച്ച കടന്നു വന്ന ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്ന അപ്പച്ച ഹല്ലേലൂയ. ദൈവമേ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ. വിശ്വാസത്തോടുകൂടി ഉറപ്പും ധൈര്യത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം വീണ്ടും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മടുത്തു പോകുവാൻ ഒരിക്കലും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദാസൻ ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളെ എന്റെ അപ്പച്ചന്റെ പാതപിടത്തിലേക്ക് സമർപ്പിക്കട്ടെ. മധ്യാന്റിക്കായ സ്തോത്രം. ദൈവമേ, എന്റെ മകളോട് ഈ പ്രഭാതത്തിൽ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവേ, എന്റെ മകൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. കുടുംബമായിട്ട് എന്റെ അപ്പച്ചനെ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോടൊത്ത് എന്റെ അപ്പച്ചനെ ആരാധിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ സ്വർഗം വഴിയും വാതിലും തുറക്കണമേ. അവരുടെ ഹൃദയങ്ങളോട് സ്വർഗം സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം എന്റെ അപ്പച്ചനൊരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ ശരാമദേഹികളെ ബലപ്പെടുത്തണം. എല്ലാ ശാരീരിക ക്ഷീണങ്ങളിൽ നിന്ന് അസ്വസ്ഥകളിൽ നിന്ന് വിടുവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടും കൂടി ആയിരിക്കാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഹല്ലേലൂയ. കഠിനമായ ചൂടിനാൽ ഭാരപ്പെടുന്നു എന്റെ അപ്പച്ചനൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. എന്റെ അപ്പച്ചന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അപ്പാ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. അടുത്ത ദിവസം തന്നെ വിജയത്തിന്റെ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം വലിയവൻ എനിക്ക് വലിയ ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. മഴ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കുടുംബമായിട്ട് കൊച്ചുമക്കളെ എന്റെ അപ്പച്ചന്റെ പാതപിടത്തിലേക്ക് സമർപ്പിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്തെല്ലാം എന്റെ അപ്പന്റെ ചിറകടിയെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം, എന്റെ അപ്പന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം കൃപ കൊടുക്കണമേ. പ്രവീണിനായി സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മകൻ പഠിച്ച നിലയിൽ ഹല്ലേലൂയ ഒരു നല്ല ജോലി ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗമേ അങ്ങടെയാക്കണമേ. അനുകൂല സാഹചര്യങ്ങളെ മുഖാന്തരങ്ങളെ എല്ലാം ഒരുക്കണമേ എന്നോ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭവനത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ എന്നോ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്നോ പ്രാർത്ഥിക്കുന്നു. സജീവ ശുശ്രൂഷായി സ്തോത്രന്റെ മകളെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. അപ്പ ഹല്ലേലൂയ. ദൈവമേ എന്റെ കുഞ്ഞുങ്ങളോടെല്ലാം മനസ്സലിയണമേ, ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണമേ എന്നോ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരെ മുഖം ലജ്ജിച്ചില്ല. ഞങ്ങളുടെ വചന പ്രകാരം ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗമേ അങ്ങ് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണം. അച്ഛനായ സ്തോത്രം. ദൈവമേ ആ പരീക്ഷയെല്ലാം എഴുതിയെടുക്കുവാൻ തക്കവണ്ണം പൈതലിന് കൃപ കൊടുക്കണമേ. അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഓർമ്മ ശക്തി കൊടുത്ത് സ്വർഗത്തിലെ ജ്ഞാനത്താൽ നിറയ്ക്കണം. സ്ഥിതിക്കായി സ്തോത്രം. നല്ലൊരു അഡ്മിഷൻ ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗാത്ഭുതം പ്രവർത്തിക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്ത്, അനുഗ്രഹിക്കപ്പെട്ട ജോലി കൊടുത്ത്, ഭാവി കൊടുത്ത് ഹല്ലേലൂയ. ദേശത്ത് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കണമേ എന്നോ പ്രാർത്ഥിക്കുന്നു. രണ്ട് വിഷയങ്ങളിലും സ്വർഗാത്ഭുതം പ്രവർത്തിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. മാനമഹത്വം എടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാണ് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. വിഷയങ്ങൾ പറയാം. ഞാൻ അമ്മണി രാജനാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങള് പനിയാടൊക്കെ ഭാരപ്പെടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, എൻ്റെ മകനും കുടുംബവും ഓസ്ട്രേലിയയിലായിരിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഇന്ന് കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നു. കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ വലിയ സ്ഥലമില്ല, ഒരു കുഞ്ഞു വീടാ കുഞ്ഞുങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും കുഞ്ഞുങ്ങൾ നടത്തുന്ന അടുത്തുള്ള ഭവനങ്ങളിലെ വിശ്വാസികളുടെ ഭവനത്തിൽ വെച്ചാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അവരൊരു ഹോൾ എടുത്ത് ആ ഹോളിൽ ആ പ്രാർത്ഥന നടത്തുന്നത്. എല്ലാം അനുഗ്രഹമാകണം. അവിടെ നമ്മുടെ കാലാവസ്ഥയൊക്കെ തന്നെയാ. നമുക്കിവിടെ മഴ പെയ്യുമ്പോൾ അവർക്കും മഴയാ. കാലാവസ്ഥകളൊക്കെ അനുകൂലമാക്കി കൊടുത്ത് കടന്നു വരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളും നല്ല ദൈവത്തിന് നല്ല പ്രയോജനം, ഏത് സ്ഥാനത്തായിരുന്നാലും കർത്താവിന് ഒത്തിരി പ്രയോജനപ്പെടുന്ന തലമുറകളായി കുഞ്ഞുങ്ങളായി തീരണം. അവർക്ക് 2 പെൺമക്കളാണ്, കുഞ്ഞു മക്കളാണ്. മൂത്തതിന് 9 വയസ്സ്, ഇളയതിന് 5 വയസ്സും. അവരും ആത്മീകത്തില് വളർന്നു വരണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി എല്ലാ കർത്തദാസന്മാരും ദൈവമക്കളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ കോട്ടേജ് മീറ്റിംഗ് ഒക്കെ വളരെ അനുഗ്രഹമായി തീരണം. സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് അടിയനിരിക്കുന്നു. സ്തോത്രം. അടുത്തൊരു വിഷയം കൂടെ പറയാമല്ലോ. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? പ്രൈസ് ലോർഡ് പാസ്റ്ററെ. നെക്സ്റ്റ് തേഴ്സ്ഡേ എനിക്ക് 2 വീലർ 4 വീലറിന്റെ ടെസ്റ്റ് ഉണ്ട്. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അനുജ. അപ്പൊ അതിൽ നല്ലൊരു വിജയം കിട്ടേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ 2 വിഷയം നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. അമ്മണി ആന്റിക്ക് വേണ്ടി നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ശാരീരികമായ അവർ 2 പേരും വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് വിടുതലും ആരോഗ്യവും കൊടുത്താനാണ് ദൈവത്തെ സ്തുതിക്കാം. മക്കള് ഓസ്ട്രേലിയയിലായിരിക്കുന്നല്ലോ. അവരുടെ കോട്ടേജ് മീറ്റിംഗ് അടുത്ത ദിവസങ്ങളിൽ നടക്കും. കാലാവസ്ഥ അനുകൂലമായി തീരണം. അവരുടെ കൊച്ചുമക്കളൊക്കെയും ദൈവകൃപയിൽ വളരുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ആ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളും ദൈവം അറിഞ്ഞ് സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സിസ്റ്റർ അനുജ പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് കേട്ടല്ലോ. ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യങ്ങൾക്ക് ക്രമീകരണം വരണം. ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന് വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സമയം കർത്താവേ, ഞങ്ങൾ നിന്റെ മക്കൾ പറഞ്ഞ 2 വിഷയങ്ങളും കർത്താവ്
കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മണി രാജനാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ. നിന്റെ മകളെ അനുഗ്രഹിക്കണമേ. രാജനങ്കലിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ. രണ്ടുപേരും പനിയാലും ശാരീരികമായ സൗഖ്യമില്ല, അതൊക്കെ ഭാരപ്പെടുന്നു കർത്താവെ. അവിടുത്തെ ആണിപ്പള്ള കരം നീട്ടി പൂർണ്ണ സൗഖ്യം അയക്കണമേ. ഉച്ചമുതലുള്ളങ്കാൽ വരെ അവിടുത്തെ കരം കൂടി സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ആന്റിക്കും അങ്കിളിനും ദാനമായി കൊടുത്ത പ്രിയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകൻ ഓസ്ട്രേലിയയിൽ കുടുംബമായിട്ടായിരിക്കുന്നുവല്ലോ ദൈവമേ. ദൈവമേ, അവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്ന് നടക്കുന്ന അവരുടെ കോട്ടേജ് മീറ്റിംഗ് ദൈവമേ ഒരു ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നുവല്ലോ കർത്താവെ. ദൈവമേ, അവിടെ ഒരു അനുഗ്രഹം കാണുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. കടന്നു വരുന്നവരെല്ലാം അനുഗ്രഹിക്കുന്നു കർത്താവെ. ആ കോട്ടേജ് മീറ്റിംഗ് കടന്നു വരുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മീറ്റിംഗ് അവരുടെ ഭവനത്തിനും കടന്നു വരുന്നവർക്കൊക്കെ ഏറ്റവും ഒരു വിടുതലായി തീരുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ദാനമായി കൊടുത്ത 2 പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ വളർത്തുവാനുള്ള കൃപ മാതാപിതാക്കൾക്ക് ദൈവം നൽകൊടുക്കണമേ. അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവെ, ദൈവമായ സമാധാനം കൊണ്ട് എല്ലാ മാതാപിതാക്കളെ നിറച്ച് കർത്താവെ കുഞ്ഞുങ്ങളെ നല്ലതായി വളർത്തിയെടുത്ത് ബാലൻ നടക്കണമെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാൽ അത് വിട്ടുമാറിയില്ല എന്ന് പറഞ്ഞു വചനപ്രകാരം വളർത്തുവാനുള്ള കൃപ അവർക്ക് ദൈവം നൽകൊടുക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, 2ാമത് പറഞ്ഞ വിഷയം കർത്താവെ അനുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളെ ദൈവമേ, അവിടുത്തെ കരങ്ങൾ വെച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, 4 വീലറിന്റെയും 2 വീലറിന്റെയും കർത്താവെ ടെസ്റ്റുകൾ നടക്കുമ്പോൾ കർത്താവെ സെക്കൻഡ് അറ്റൻഡ് ആവുന്ന കർത്താവെ എത്ര അനുഗ്രഹമായി അത് ചെയ്ത് കാണിക്കുവാന്, അത് ഓടിച്ചു കാണിക്കുവാനും ദൈവമേ വലിയൊരു കൃപ ദൈവം നൽകൊടുക്കണമേ കർത്താവെ. ദൈവമേ, അത് സക്സസ് ആയി അറിയുവാനുള്ള കൃപ ദൈവം നൽകൊടുക്കണമേ. ദൈവമേ, എല്ലാ നന്മകളാലും നിന്റെ മകളെ നിറയ്ക്കണം. നിന്റെ മകൾ ദൈവസന്നിധിയിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങൾക്കെല്ലാം തക്ക മറുപടി ദൈവം തക്ക സമയത്ത് ദൈവം നൽകൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ 2 വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് യേശുവിന്റെ രക്തത്താൽ മുദ്രകുത്തി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ പാദപീഠം കൊണ്ടുവരുന്നു. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടത് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് തുടർന്ന് മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നുവല്ലോ. സ്തോത്രം. നമ്മളിവിടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് എത്രയും വേഗം മറുപടി തരട്ടെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഏറിയ വർഷങ്ങളായിട്ട് സുവിശേഷ വേലയിലായിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരുടെ മാതാപിതാക്കള് നാട്ടില് ഉണ്ട്. അവരെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയും സുവിശേഷം അറിയിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവർ കുടുംബമായി നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള ദേശങ്ങളിലും ആയിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പ്രായമായിരിക്കുന്ന ഒരു നാട്ടിലുണ്ട്. അവരെ വേണ്ട രീതിയിൽ അവർക്ക് പോയി നോക്കുവാനോ അവരെ വേണ്ട രീതിയിലുള്ള ശുശ്രൂഷകൾ കൊടുക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഈ ആ ഒരു വിഷയത്തെ ഓർത്ത് അവരുടെ മാതാപിതാക്കളെയും അവരെ ഓർത്ത് അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കഴിഞ്ഞതായ ഓരോ നിമിഷവും എൻ്റെ കർത്താവിന്റെ കൃപയും ഞങ്ങളെ സൂക്ഷിച്ചതിനാലും സ്തോത്രം കർത്താവ്. പ്രിയ കർത്തദാസൻ പറഞ്ഞതായ വിഷയങ്ങളെ അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ വയൽ പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്ന തൻ്റെ ഭക്തന്മാര് കർത്താവ് വടക്കേ ഇന്ത്യയിലെ ദേശത്ത് ഒരു കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ അപ്പാ അവരുടെ മാതാപിതാക്കളേകരായി നാട്ടിൽ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അപ്പൻ്റെ കൃപയും കരുതലും അവരോടുകൂടി ഇരിക്കണമേ കർത്താവ്. അവരെ നോക്കുവാനോ സംരക്ഷിക്കുവാനോ തൻ്റെ ഭക്തന്മാർക്ക് കഴിയാതിരിക്കുന്ന ഒരു കാലയളവ്, ഒരു വലിയ ഒരവസ്ഥയിൽ കർത്താവ് മാതാപിതാക്കൾ വളരെ ഭാരത്തോടായിരിക്കുന്നപ്പോ താവേ കർത്തദാസനും കുടുംബവും അല്ലെങ്കിൽ അവരും വളരെ ഭാരത്തോടായിരിക്കുന്നു കർത്താവ്. എന്നാൽ ഏത് ദേശത്തായിരുന്നാലും ഏത് ഭവനങ്ങളിലായിരുന്നാലും കർത്താവ് ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോ ആ പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരയുമ്പോൾ അവരായുസോടെ ആരോഗ്യത്തോടെ വിടുതലോടെ ഭവനങ്ങളിലായിരിക്കാൻ തക്കണം എൻ്റെ കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ കർത്താവ്. നരയുള്ളിടത്തോളം ചുമക്കാവുന്ന വാക്ക് തന്ന നല്ല കർത്താവ് മാതാപിതാക്കളെ കർത്താവ് കാത്തു സൂക്ഷിക്കണമേ കർത്താവ്. അവർക്ക് യാതൊരു വിധമായ ആപത്തുകളോ അനർത്ഥങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും നേരിടാതെ വേണം എൻ്റെ കർത്താവിൻ്റെ കരം അവരോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
കർത്താവ്. ആ കർത്തദാസന്മാരും അല്ലെങ്കിൽ അവരുടെ വേലയിലായിരിക്കുമ്പോൾ അപ്പാ അവരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയും കരുതലും അവരോടുകൂടെ ഇരിക്കണമേ കർത്താവ്. അപ്പൊ വിദേശ രാജ്യങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ ഭക്തന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. അനവധി കഷ്ടതകൾ കർത്താവ്. അപ്പൊ അവരുടെ കുഞ്ഞുങ്ങളെ അല്ലേലിയ ഒത്തിരി ദുഃഖത്തോടൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ അല്ലേലിയ അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, അവരുടെ കുടുംബഗ്രഹ കാര്യങ്ങൾ എങ്ങനെ നടത്തും എന്നൊക്കെ ഒത്തിരി ഭാരത്തോടെ ആണപ്പാ വടക്കേ ഇന്ത്യയിലെ ദൈവവേല തന്റെ ഭക്തന്മാർ ചെയ്യുന്നത്. എന്നാൽ അവരായിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപയും കരുതലും കർത്താവ് കൂടെ ഇരിക്കണമേ. അവരുടെ ഭണ്ഡാരത്തിൽ ഒന്നിനും മുട്ടില്ലാതെ എന്റെ കർത്താവ് അവരെ നടത്തുമാറാകണമേ കർത്താവ്. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കർത്താവ് ചെയ്യുവാനുള്ള കൃപ കൊടുക്കണേ കർത്താവ്. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കർത്താവ് ഒരുക്കി കൊടുക്കണമേ കർത്താവ്. അല്ലേലിയ അവരുടെ ഏത് വിഷയത്തിന്മേലൊക്കെ ഭാരപ്പെടുന്നു അപ്പാ, ഭാരപ്പെടുന്ന വിഷയത്തിനെല്ലാം പെന്തക്ക സമയത്ത് മറുപടി കൊടുത്ത് തന്റെ വൈദ്യന്മാരെ ഒരിടങ്ങളായി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും ആയിരിക്കുന്ന മേഖലകളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരെയും അപ്പന്റെ കരുത്തിൽ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണേ. തന്റെ വൈദ്യന്മാരുടെ സഹോദര കുടുംബങ്ങളുണ്ട്, അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെയും കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. മാനവ മഹത്വം കർത്താവിന് വരവനാ ഒരുക്കണം സകലത യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമ്മുടെ തലമുറയുടെ, നമ്മുടെ മക്കളുടെ, അനേകരുടെ കുടുംബജീവിതങ്ങള് താളപ്പിഴകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പല കുഞ്ഞുങ്ങളും ദൈവ വഴിയിലല്ല. അവര് ചെറിയ വിഷയങ്ങൾക്ക് പോലും പൊട്ടിത്തെറി ഉണ്ടായി അവരുടെ ആത്മീയ ജീവിതം മാത്രമല്ല കുടുംബജീവിതവും തകരുന്ന ഡൈവേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളെ നമുക്കറിയാം, എനിക്കും അറിയാം. അങ്ങനെയുള്ള കുടുംബങ്ങളില് അവർക്കൊരു സമാധാനം ഉണ്ടാകാനും നമ്മൾ അറിഞ്ഞ അതേ സന്തോഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും വളരുവാനും അവരെ ദൈവകൃപയിൽ വളരുവാൻ തൊക്കണം, ശത്രു അവരെ നശിപ്പിച്ച് കളയാതിരിക്കുവാൻ തൊക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ തലമുറയൊക്കെയും നമ്മൾ അറിഞ്ഞ ആ സന്തോഷത്തിൽ തന്നെ മുൻപോട്ട് പോകാൻ തൊക്കണം. ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ അവരെ ദൈവത്തിന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗീയ പിതാവേ, നിഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പിരിഞ്ഞോടാതെ ദൈവപ്രകാരം ജീവിപ്പാനുള്ള കൃപ അവർക്ക് നൽകണേ കർത്താവേ. ഈ വർഷത്തെന്ന് പറഞ്ഞ ലോകത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ. ദൈവമേ, അവരുടെ കുടുംബജീവിതം ധന്യമാക്കി തീർക്കണമേ കർത്താവേ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം വഴിയും വാതിലും തുറന്നു സഹായിക്കും. മാതാപിതാക്കൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് പോലെ ഞങ്ങളുടെ തലമുറകളും കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകണേ. അവരോട് മനസ്സലിയണേ കർത്താവെ. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാൻ അവിടുന്ന് സമ്മതിക്കല്ലേ. അവരുടെ പോക്കില് വരവില് ദൂരമാറാക്കാവിലും പരിചയം ഉണ്ടായിരിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സലേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാണ് ദൈവത്തെ സ്തുതിക്കാമല്ലോ. വിദേശത്തായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ നമുക്ക് പരിചയമുള്ളതും നമ്മുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അനേകരുടെയും കുഞ്ഞുങ്ങൾ വിദേശത്തുണ്ട്. അവരുടെ പഠനം ചിലരുടെ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലരുടെ പഠനം കഴിഞ്ഞു. അവര് വർക്ക് പെർമിറ്റിൽ അവിടെ ആയിരിക്കുന്നു. എന്നാൽ അവരുടെ ഫീൽഡ് വർക്ക് കിട്ടാതെ കഷ്ടപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്ത് അവർക്ക് നിൽക്കണമെങ്കിൽ അവർക്ക് വണ്ടി വേണം,
ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇവിടുത്തെ UK മറ്റും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടഫായിട്ടുള്ള വിഷയമാണ്. നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കുഞ്ഞുങ്ങള് കഷ്ടപ്പെട്ട് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയിട്ട് വേണ്ട രീതിയിൽ അവർക്ക് അവരുടെ ഫീൽഡ് ജോലി കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും, മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടായിട്ട് വരും. ആ വിഷയത്തെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറ ഓർത്ത് അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകാൻ വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഇവിടെ പറയപ്പെട്ട പ്രാർത്ഥന വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതിലോ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി ദൈവദാസന്മാരായ ദൈവമക്കളായി ഞങ്ങൾ ഒരുമിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് വിദേശ രാജ്യങ്ങള് പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയ ഞങ്ങൾ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഈ പ്രയർ ഗ്രൂപ്പിൽ തന്നെയുള്ള പല കുഞ്ഞുങ്ങളും കർത്താവെ ഇപ്പോൾ അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പലവിധമായ പ്രയാസങ്ങളും അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ. ദൈവം അതിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവമേ, ഞങ്ങൾ തലമുറകളെ തന്ന ദൈവമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ളൊരു ദൈവമാണല്ലോ. യേശുവിന്റെ നാമത്തില് വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല കുഞ്ഞുങ്ങളും കർത്താവെ പലവിധമായ ടെൻഷനുകൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കർത്താവെ. മാതാപിതാക്കളെ വിട്ട് ആ ദേശത്തായിരിക്കുമ്പോൾ പല ടെൻഷനുകൾ അവർ അഭിമുഖീകരിക്കുന്ന കർത്താവെ. ആമേൻ. ദൈവം അതിനാവശ്യമായ എല്ലാ ബുദ്ധിയും ജ്ഞാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദാനമായി കൊടുക്കണമേ. പല കുഞ്ഞുങ്ങൾക്കും കർത്താവ് വിസ സംബന്ധമായ വിഷയങ്ങളാല് വളരെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അതിന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ഉടബല ശാന്തരാലകക്ഷി യേശുവിന്റെ നാമത്തില് കർത്താവ് ഒരു അത്ഭുതം ഈ പകൽക്കാലം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വാഹനത്തിൻ്റെതായ വിഷയം, ലൈസൻസിൻ്റെതായ വിഷയങ്ങള്, റൂമിൻ്റെതായ വിഷയങ്ങള്, പഠനത്തോടുള്ള ബന്ധത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കുന്ന ഞങ്ങളുടെ പല കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേർ ദൈവം അയക്കണമേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ദൈവത്തിന്റെ വായ്ത്തത്വങ്ങളെ അടിയുറച്ച് വിശ്വസിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് അനേക കുഞ്ഞുങ്ങളുടെ പേരുകളാണ് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പാടയായത്. ആ കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്ന പല കുഞ്ഞുങ്ങളും ഉണ്ട് കർത്താവേ. ദൈവ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കർത്താവെ കടമെടുത്ത് ലോൺ എടുത്തൊക്കെയാണ് ആ കുഞ്ഞുങ്ങളെ അവിടെ വിടുവാടയായത്. എന്നാൽ ജോലിയില്ലാതെ പല കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകുന്ന ഭാവി ദൈവം ഒരുക്കണമേ. രക്ഷപേറിയ വഴിക ദൈവം തുറക്കണമേ. എന്റെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ഈ പ്രഭാത പ്രാർത്ഥനയെ ഞങ്ങൾ ഒരുമിച്ച് ദൈവം ഞങ്ങളുടെ എല്ലാ തലമുറകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ തലമുറ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ തലമുറകളെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ സ്തോത്രം പറയുന്നു കർത്താവേ. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സ്തോത്രം പറയുന്നു. ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. വിശ്വാസത്തോടെ കാണുന്ന കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തത്, അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, വിടുതലയച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. യഹോവയുടെ കരം ഇറങ്ങിയതിനായിട്ട് ദൈവത്തെ നമുക്ക് ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. നമ്മുടെ മിനിസ്റ്റേഴ്സ് ന്യായമായ രീതിയിൽ ഭരിക്കുവാനും ഇന്ത്യയിലെ നമ്മുടെ മൗലിക അവകാശങ്ങൾ അത് പൂർണ്ണമായി ലഭിക്കത്തക്ക രീതിയിൽ അത് അതിന് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഈ 2025 RSSന് 100 വർഷം തികയുന്ന വർഷമാണ് ഈ വർഷം. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവമക്കൾക്കും ദൈവിക സഭകൾക്കും ഒരു പ്രയാസം നേരിടാതെ വണ്ണം സമാധാനത്തോടുകൂടി നമ്മുടെ അവകാശങ്ങൾ പൂർണ്ണമായി നമുക്ക് ലഭിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഇന്ത്യയിലായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മിനിസ്റ്റേഴ്സിനും, പ്രൈം മിനിസ്റ്റേഴ്സിനെയും ആഭ്യന്തരമന്ത്രിയും മറ്റുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ വളരെ സമാധാനമായി ഭരിക്കാൻ തൊക്കെ ദൈവം അവർക്ക് കൃപ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ,
അടിയങ്ങളുടെ മഹാരാജ്യത്തിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. സമാധാനവും കർത്താവെ സ്വസ്ഥതയും കർത്താവെ അടിയങ്ങളുടെ രാജ്യത്തിന് നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനത്തോടെ ഒരു ഭരണകൂടം കർത്താവെ ഉണ്ടാകുവാൻ ദൈവമേ അവിടെ നേടിയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേന്ദ്രമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ദൈവമേ ചുമതലകൾ വഹിക്കുന്ന ദൈവമേ മന്ത്രിമാരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കഴിവൊക്കെ അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സമാധാന ഒരു അന്തരീക്ഷം കർത്താവെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സുവിശേഷത്തിന് കർത്താവെ അനുകൂലമായൊരു ഭരണകൂടം കർത്താവെ ഉണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കർത്താവെ ദൈവമേ അവിടുത്തെ കർത്താവെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവേ ദൈവമേ സാവകാശം അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കർത്താവേ അവരോട് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്ന കല്ലുപോലുള്ള വള്ളങ്ങളെ മെഴുകുപോലെ അവിടുന്ന് ഒരുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ കർത്താവേ അവിടെ തന്നെ കർത്താവേ ദൈവമേ രാജ്യത്തെ നിയന്ത്രിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുവാൻ ഇടയാകാതോണം രാജ്യത്തിന് സ്വസ്ഥതയും സമാധാനവും അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ അവിടുന്ന് കർത്താവേ ദൈവമേ എല്ലാ ഭരണാധികാരികളെയും അവിടുന്ന് തന്നെ നിയന്ത്രിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളുടെ പ്രാർത്ഥന യാതിനെ അവിടുന്ന് കേട്ടിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. മ്യൂട്ട് ഓഫ് ആ പാസ്റ്റർ. ഷൈജാന്റെ മ്യൂട്ട്. ഏറെ വർഷങ്ങളായിട്ട് സുവിശേഷവേലായിരുന്ന അനേക ദൈവദാസന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. പലർക്കും വീടുകൾ ഇല്ലാത്തതായിട്ട് എനിക്കും അറിയാം, നമുക്ക് ഓരോരുത്തർക്കും അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കണം. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന അനേക ദൈവദാസന്മാരിന്ന് നമ്മുടെ കേരളത്തിലുമുണ്ട്, നോർത്ത് ഇന്ത്യയിലുമുണ്ട്. ജീവിതകാലം മുഴുവൻ അവർ കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ശേഷം അവരുടെ വാർദ്ധക്യ സമയത്ത് അവര് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി വരാൻ പാടില്ല. നമുക്ക് ആ വിഷയത്തോട് നമ്മുടെ സ്വന്തം വിഷയമാണത് എന്നോർത്ത് നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാളുകളായി കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദൈവദാസന്മാർക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, അനേക ദൈവദാസന്മാർക്ക് ഈ നാളുകളിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് നമുക്ക് ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയം ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. സ്വർഗീയ കർത്താവേ സ്തോത്രം. കർത്താവേ നിന്റെ ദാസമന്റെ വിഷയത്തെ അപ്പച്ചന്റെ കരങ്ങളിൽ ഞങ്ങൾ സ്തോത്രത്തോടെ രാവിലെ ഏൽപ്പിക്കുന്ന വിശക്തന്മാരായ ഞങ്ങളുടെ കർത്തൃദാസന്മാരെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ നിന്റെ ദാസന്മാരെ ദൈവം മാനിക്കണമേ. അവരുടെ കർത്താവേ നല്ലൊരു പുരുഷായുസ് മുഴുവനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടി അതിനുശേഷം ഒരു വാർദ്ധക്യത്തിലേക്ക് മാറുമ്പോൾ വാടക ബിൽഡിങ്ങിൽ പോയി കിടന്നന്തി ഉറങ്ങുവാൻ നീ അനുവദിക്കാതെ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചിലത് ദൈവം കരുതുമാറാകണമേ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയതെന്ന് താനിരുന്ന സഭകളിലുള്ള ദൈവജനങ്ങൾ പറയത്തക്കാണ്. നിന്റെ വിശക്തന്മാരെ എല്ലാം മാനിക്കുന്നവർക്ക് കടന്നുറങ്ങുവാൻ അപ്പാ സ്വന്തമായൊരു ഭവനം ഏത് മനുഷ്യന്റെയും ആഗ്രഹമാണ്. നിന്റെ ദാസന്മാർക്ക് അവിടുന്ന് നളയെ കൊടുക്കണം. അവരുടെ പെൺകുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് വിവാഹമുണ്ടാകണം. കർത്താവെ വിവാഹം കഴിച്ച് ഏൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഏജോവറായി നിൽക്കുന്ന അനേക പെൺകുഞ്ഞുങ്ങളുള്ള ദേവദാസന്മാരുണ്ട്. അവരുടെ മുഖത്തെ ആദരിക്കണമേ അപ്പാ. കർത്താവെ അവർക്ക് വേണ്ടി കരുതണ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ഒരുക്കണമേ. ആൺമക്കളുടെ വിവാഹം നടക്കണം. അവർക്കും തക്കതായ തുണകളെ ഒരുക്കി ദൈവോടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ആമേൻ. അനേക ദേവദാസന്മാർ ആക്സിഡന്റ് മുഖാന്തരം എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ കിടക്കയോട് ചേർന്ന് പോയ അവസ്ഥകളുള്ളവരുണ്ട്. ആമേ സ്തോത്ര സ്തോത്ര ശുശ്രൂഷയിലെ കർത്താവെ അവർക്ക് പോകുവാൻ കഴിയാതെ രോഗവുമായി ഒതുങ്ങിപ്പോയ അഭിഷിക്തന്മാരുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് സ്വർഗം പുറത്തെടുക്കുമാറാകണമേ. ദൈവത്തിന്റെ
വേണ്ടി പിന്നെയും ഓടുവാൻ അധ്വാനിപ്പാൻ എന്റെ ദൈവദാസന്മാരെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബമായി എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ദൈവദാസന്മാർ രോഗികളായി കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ദൈവം അവരെ സൗഖ്യമാക്കുമാറാകണമേ. ഇന്ത്യയിലും കർത്താവെ കേരളത്തിലും മാത്രമല്ല ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ നിന്റെ ദാസന്മാരായിരിക്കുന്നു അവിടെ എല്ലാം നിന്റെ കൃപ. അവരുടെ തലമുറ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം ദൈവം സൗഖ്യമാക്കണമേ ുന്നു. സമസ്ത വിഷയത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മഹത്വപിച്ചെടുത്തതിനായ സ്തോത്രം. പ്രാർത്ഥന പിതാവ് കേട്ടതിനായ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാണ് ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമുക്ക് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. കേരളം നമുക്ക് മനസ്സിലായിടത്തോളം കാലം ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ യുവതലമുറകള് അറിഞ്ഞോ അറിയാതെ അങ്ങനെ അതിന്റെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ബാധ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറുവാൻ തൊക്കോണം, ഒരു നല്ല സമാധാനത്തോടുകൂടി കേരളത്തിൽ ജീവിക്കാൻ തൊക്കോണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. അത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പൊ താമസം നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് വിശ്വസിച്ച് താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോളേജുകളിൽ നോക്കുകയാണെങ്കിൽ റാഗിങ് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ റാഗിങ് ഉള്ളത്. മറ്റുള്ള ഒരു സ്റ്റേറ്റുകളിലും റാഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. SFIO KSU ഇങ്ങനെയുള്ള യൂണിറ്റുകളൊന്നും ഇവിടെയുള്ള കോളേജുകളിലൊന്നുമില്ല. സമാധാനത്തോടെ കുഞ്ഞുങ്ങൾ കോളേജുകളിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്നു. കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അറിയാൻ നോക്കുന്നത്. അങ്ങനെ ഒരു ഭരണം, സമാധാനമുള്ള ഒരു ഭരണം നമുക്ക് കേരളത്തിൽ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലഹരിമുക്തിയുള്ള ഒരു കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ലഹരിക്ക് അദ്ദേഹത്തിന് അടിമയായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവർക്ക് ഇതിൽ നിന്നൊരു മോചനം കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി സ്വർഗീയ പിതാവ് കാത്തു പരിപാലിച്ചോളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റാഗിങ് ഒന്നും കോളേജിൽ നടക്കാതെ കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോരുത്തരെയും കർത്താവ് സുരക്ഷിതമായി കർത്താവ് കാത്തു പരിപാലിച്ചോളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം. മറുപടി നൽകി തന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് മറുപടി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. എന്റെ സമയം ഇവിടെ തീരുകയാണ്. ഇത്രയും സമയം അനുവദിച്ചെന്ന ഇവാഞ്ചൽ പുന്നൻ എബ്രാഹിമിനോടുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ബെൻസം ദാനിയലിനുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ എന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഹല്ലേലൂയ കർത്താവ് മറുപടി നൽകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഹല്ലേലൂയ ഒരു കരമുയർത്തി നമ്മുടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ എന്ന പകൽ ഹല്ലേലൂയ പ്രഭാതത്തിൽ നമ്മൾ ഹല്ലേലൂയ പാടാനെല്ലാം നമുക്ക് കൃപ തന്നല്ലോ. ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ നമ്മുടെ സഹോദരി സഹോദരന്മാരെ എല്ലാം ബലപ്പെടുത്തിയല്ലോ. ഹാലലൂയ. വിഷയങ്ങളുടെ മേൽ ഹാലലൂയ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഹാലലൂയ. നമുക്ക് ഹാലലൂയ അല്പസമയ ചിന്തയ്ക്കായിട്ട് ഹാലലൂയ സങ്കീർത്തനങ്ങൾ ഹാലലൂയ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു. കരുണാസമരനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. കർത്താവെ, ചില നിമിഷം കർത്താവെ ദൈവവചനവുമായി ഞങ്ങൾ നിൽക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുവാനും കേൾക്കുവാനും ഇടയാകണമേ. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ലൊരു മുതൽക്കൂട്ടായി തീരുവാൻ ഹല്ലേലൂയ നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇനിയും കർത്താവ് കേൾക്കുന്ന എല്ലാ വിശുദ്ധ ജനത്തെയും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. സങ്കീർത്തനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു,
ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു. ഹല്ലേലൂയ. നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഉദരത്തിലാവുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഹല്ലേലൂയ നന്നായി കർത്താവിന്റെ നാമം ഉയർത്തേണ്ടവരാണ്. ഹല്ലേലൂയ. നമ്മളെ അമ്മയുടെ ഉദരത്തിലാവുന്നതിന് മുമ്പേ അറിഞ്ഞ ദൈവം ഹല്ലേലൂയ നമ്മുടെ എല്ലാ വഴികളും അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ വേദനകൾ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭാവി അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ മറന്ന് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് ഇടയാകരുത്. ഹല്ലേലൂയ. വചനം പറയുന്നു ഹല്ലേലൂയ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു. ഹല്ലേലൂയ. നമുക്ക് സുപരിചിതമായ യോബ്. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി ഹല്ലേലൂയ വചനത്തിലൂടെ നമുക്കറിയാം. ഹല്ലേലൂയ. 23-ാം അധ്യായം യോബിന്റെ 23-ന്റെ ഹല്ലേലൂയ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഹല്ലേലൂയ. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഹല്ലേലൂയ കർത്താവ് ശോധന കഴിക്കുമ്പോൾ പൊന്നുപോലെ പുറത്തു വരുമോ? ഒരു കുറവുമില്ലാതെ ഹല്ലേലൂയ, ഒരു കുറ്റവും കാണാതെ, ഒരു അകൃത്യവുമില്ലാതെ നിഷ്കളങ്കതയോടെ ഹല്ലേലൂയ പുറത്തു വരുവാൻ ഇടയായി തീരുമോ? ഹല്ലേലൂയ. കർത്താവ് നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ നിഷ്കളങ്കരായി നടക്കുന്നവരെ വ്യക്തമായി അറിയുന്നു. അവർക്ക് വിടുതലും ആശ്വാസം ലഭിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും നിഷ്കളങ്കതയോടെ നടക്കുവാനായി. പ്രിയ ദൈവമക്കളെ, നമ്മളിലുള്ള എല്ലാ അന്ധകാരത്തിന്റെ ഹല്ലേലൂയ പൈശാചികന്റെ ബന്ധനങ്ങളെ മാറ്റുവാൻ ഹല്ലേലൂയ നാം വെളിച്ചത്തിൽ നടക്കുവാൻ, ഇരുട്ടിലല്ല ഹല്ലേലൂയ വെളിച്ചത്തിൽ നടക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മുടെ ജഡത്തിൽ നിന്നും പോട്ടെ. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ ഇരിക്കാതെ, ഹല്ലേലൂയ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാവുകൾ ദാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ കർത്താവ് വേർതിരിച്ചിരിക്കുകയാണ്. അവൻ നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. യോബ് പറഞ്ഞു ഹല്ലേലൂയ, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ ഹല്ലേലൂയ പൊന്നുപോലെ പുറത്തു വരും. ആ ഉറപ്പ് ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമായി വരട്ടെ. ഹല്ലേലൂയ. കർത്താവ് എന്നെ കണ്ടു. ഹല്ലേലൂയ. എന്നെ ഇതുവരെ ഹല്ലേലൂയ എന്നെ നടത്തിയ ദൈവം എന്റെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഹല്ലേലൂയ എന്നോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ആ സത്യപാതയിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഒന്ന്, നമ്മളെ ഹല്ലേലൂയ കർത്താവ് നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഒരിക്കലും ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ വരാം, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എങ്കിലും കർത്താവ് എന്നെ അറിയുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവ് എന്നെ വിടുവിക്കും. എന്റെ രോഗത്തിൽ എനിക്ക് ആശ്വാസം വിടുതലാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ സഭകളിൽ മേൽ, നാം ഏത് സഭകളിലായിരിക്കുന്ന സഭകൾ അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. നാം എന്തെങ്കിലും ഇന്ന് പകൽ ഹല്ലേലൂയ ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യക്തമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തമായ ദൈവം ഹല്ലേലൂയ നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ രഹസ്യങ്ങൾ വ്യക്തമായി അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നാം ഇവിടെ പറയുന്നത് അവിടെ പറഞ്ഞു, അവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യ ബന്ധങ്ങളെ തകർക്കുന്ന ഹല്ലേലൂയ പൈശാചിന്റെ ബന്ധനങ്ങളെ എല്ലാം നന്നായി അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളോടുകൂടെ പറയുകയാണ് ഹല്ലേലൂയ നമ്മൾ ഏഷ്ണിക്കാരാകാതെ സ്നേഹത്തിന്റെ ഹല്ലേലൂയ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങളെ ഹല്ലേലൂയ കർത്താവ് വ്യക്തമായിട്ട് അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒളിച്ചു വെക്കുവാൻ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഹല്ലേലൂയ ധന്യമായി തീരണമെങ്കിൽ ഹല്ലേലൂയ നാം കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ ഹല്ലേലൂയ ഇടയാകണം. അതുകൊണ്ട് ഹൃദയങ്ങളിലെ രഹസ്യം ഹല്ലേലൂയ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം
ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ നമ്മുടെ ഓഫീസിലെ ജീവിതങ്ങൾ അറിയുന്നു, നമ്മുടെ ഹല്ലേലൂയ ആത്മീയമായുള്ള ജീവിതങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ സങ്കീർത്തനം 44 അതിന്റെ 21 ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തെങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദൈവം അതിനെ ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ ദൈവം നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മളെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത്. നമുക്ക് ഒളിച്ചോടി പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന നാം ഹല്ലേലൂയ നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം നീതിയും ന്യായവും ഉള്ളതായിരിക്കണം. ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ആത്മീയമായ തടസ്സം നിൽക്കുന്ന യാതൊരു പ്രവൃത്തിയിലും ഞാനും നിങ്ങളും ഹല്ലേലൂയ ആകാതിരിപ്പാൻ ശ്രമിക്കുക, ആകരുത്. ഹല്ലേലൂയ കർത്താവ് നമ്മളെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നമ്മുടെ സ്വഭാവം വ്യക്തമായി അറിയുന്ന ഒരു ദൈവമാണ്. ഞാനും നിങ്ങളും എങ്ങനെയുള്ള സ്വഭാവക്കാരാണ്. ഹല്ലേലൂയ പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ യഥാർത്ഥ സ്വഭാവം അറിയില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ കർത്താവിന് നമ്മുടെ സ്വഭാവം ഹല്ലേലൂയ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. ഹല്ലേലൂയ നമ്മുടെ സ്വഭാവം വ്യക്തമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഹല്ലേലൂയ യഹോവ ഹല്ലേലൂയ നമ്മുടെ സ്വഭാവത്തെ ഹല്ലേലൂയ വ്യക്തമായിട്ട് ഹല്ലേലൂയ അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഹല്ലേലൂയ മനുഷ്യന്റെ ആയുസ് ഹല്ലേലൂയ പുല്ല് പോലെ ആവുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ഹല്ലേലൂയ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്ഷണികമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്കാണ് നാം ഹല്ലേലൂയ ദിനം പ്രതി കൂട്ടിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കണം. ഹല്ലേലൂയ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് വളരെ ഹല്ലേലൂയ ചെറുതാണ്. നമ്മുടെ ഹല്ലേലൂയ ആയുസ് 4 വിരൽ നീളം മാത്രമാണ്. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാണ്. എങ്കിൽ എന്തിനു നാം അഹങ്കരിക്കുന്നു? എന്തിനു നാം ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടുന്നു? ഹല്ലേലൂയ നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടിയുണ്ട്. പ്രിയ മക്കളെ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ സ്വഭാവം വ്യക്തമായി ഹല്ലേലൂയ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് ഞാനും നിങ്ങളും വന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. അവൻ നമ്മളെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ അവൻ തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമാണ്. നഹൂം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാവുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാവുന്നു. ഹല്ലേലൂയ തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയും. പ്രിയ മക്കളെ, നമ്മൾ എത്രയോ കഷ്ടത്തിലൂടെ വേദനകളിലൂടെ നാം കടന്നുപോയ ജീവിതങ്ങളാണ്. ഹല്ലേലൂയ നമ്മൾ ആശ്രയിച്ചു, നമ്മൾ നിലവിളിച്ചു, നമ്മുടെ നിലവിളിയെ കേട്ടു. ഹല്ലേലൂയ ഉത്തരമരുളി. ഹല്ലേലൂയ കർത്താവ് കഷ്ട ദിവസത്തിൽ നമ്മളെ വിട്ടുവീക്കുന്ന ഒരു ദൈവമാണ്. തങ്ങൾ ആശ്രയിക്കുന്നവൻ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ അവരെ വ്യക്തമായും അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ എന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ എന്റെ വേദനകൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ എന്റെ ഭാവി അറിയുന്ന ദൈവം. ഹല്ലേലൂയ എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷത്തോടെ ആരാധിപ്പാൻ ഇടയായല്ലോ. ഹല്ലേലൂയ പ്രിയ മക്കളെ, യഹോവ നല്ലവനും ഹല്ലേലൂയ കഷ്ട ദിവസത്തിൽ ശരണവുമാവുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ പാർഷ്യലായിട്ട് അറിയുന്ന ദൈവമല്ല, ഹല്ലേലൂയ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ നന്നായി അറിയുന്നു നമ്മളെ. ഹല്ലേലൂയ നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് ഹല്ലേലൂയ കർത്താവ് തരുന്ന എല്ലാ ആയുസ്സിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവൻ തങ്ങൾ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ അവൻ തനിക്കുള്ളവരെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവമാണ്.
ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഹല്ലേലൂയ കർത്താവിന്റെ നാമം ഉയർത്തേണ്ടവരാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും കർത്താവിന്റെ വേലയിലായിരിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അവൻ തനിക്കുള്ളവരെ അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് രണ്ട് തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2:19 ഇങ്ങനെ പറയുന്നത്, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാവുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാവുന്നു അതിന്റെ മുദ്ര. ഇന്ന് പകൽക്കാലം എല്ലാ അനീതികളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. എല്ലാ വേദനകളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ അനീതികളുടെ പ്രവൃത്തികളും പാട്ടെ. ഹല്ലേലൂയ. എല്ലാ ഏഷണികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോട്ടെ. ഹല്ലേലൂയ. എല്ലാം കർത്താവ് അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാവുന്നു അതിന്റെ മുദ്ര. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ നന്നായി അറിയുന്നവരാണ്. ഹല്ലേലൂയ. അവൻ തനിക്കുള്ളവരെ അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് അറിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ തലമുടി നാരികൾ പൊഴിയുന്നത് പോലും അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പേർ ചൊല്ലി വിളിക്കും. ഹല്ലേലൂയ. നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ യാചനകൾ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും വ്യക്തമായി ദൈവം മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ അറിയുന്ന ഒരു ദൈവമാണ്. കഷ്ട ദിവസത്തിൽ യഹോവ ഹല്ലേലൂയ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിടുവിച്ച എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നും മറക്കാതെ അതൊക്കെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവനാമ മഹത്വം എടുക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അവസരം തന്ന ദൈവദാസനായി സ്തോത്രം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഈ വചനങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ ആശീർവാദം പറയാനായിട്ട് ദേവദാസനെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹലോ ദേവദാസൻ പാസ്റ്ററെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ആസ്വാദം പറയണം. Lord, hallelujah, hallelujah, glory to God, glory to God, glory to God. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം പറയുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, അങ്ങയുടെ പാദപീഠത്തില് ദൈവമേ അല്പനേരം ഹല്ലേലൂയ പ്രൈസ് ധരിക്കുവാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവമേ ഹല്ലേലൂയ 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 യേശു അങ്ങയുടെ ദിവ്യവചനങ്ങളാൽ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ കേട്ട് ആമേൻ അതിൻ പ്രകാരം നടക്കുവാനും കർത്താവെ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങേ എത്ര നന്ദി പറഞ്ഞാലും അത് കുറവാണപ്പാ. ദൈവമേ, ഞങ്ങൾ ഹല്ലേലൂയ അങ്ങേ ഞങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവമാണ്. ഞങ്ങളെ പേഴ്സണലി അറിയുന്ന സർവശക്തനായ ദൈവമാണ് കർത്താവെ. അങ്ങേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങേ കർത്താവെ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവെ ഹല്ലേലൂയ വരുവാൻ പൊന്നായി ഹല്ലേലൂയ
വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. യോബ് പറയുന്ന പ്രകാരം ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എന്നെ ടെസ്റ്റ് ചെയ്താലും ഞാൻ ആമേൻ അത് പൊന്നായി ഞാൻ ഇറങ്ങി വരുന്ന കോൺഫിഡൻസ് ദൈവമേ ഞങ്ങൾക്കും അതുപോലുള്ള ഒരു കോൺഫിഡൻസ് നൽകി തരണമേ കർത്താവേ. ദൈവമേ ഞങ്ങളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ജീവിതത്തിൽ കർത്താവേ അനേക രീതിയിലുള്ള വിഷയങ്ങളും കർത്താവേ ചാലഞ്ചസും ഹല്ലേലൂയ, സർവശക്തനായ ദൈവമേ അനേക ഹല്ലേലൂയ ഈ ആമേൻ പ്രൈസ് ദ ലോർഡ് ഞങ്ങളുടെ ടെമ്പർ, ഞങ്ങളുടെ പേഷ്യൻസ് ഒക്കെ കർത്താവെ ചെക്ക് ചെയ്യുമ്പോൾ അനേക രീതിയിൽ കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ വീണു പോകുന്ന അവസ്ഥകളുണ്ടല്ലോ കർത്താവെ. ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾ പൊന്നായി ഹല്ലേലൂയ വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സർവശക്തനായ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ കൊണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ ആ അഡ്വെന്റില് കർത്താവെ ആ റാപ്ചറില് ഞങ്ങളെല്ലാവരും എടുക്കപ്പെടേണ്ടതാണല്ലോ കർത്താവേ. സർവശക്തനായ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഡിസർവബിൾ ആയി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ആമേൻ. പ്രിയ ഹല്ലേലൂയ ബെൻസൺ പാഷൻ കുടുംബത്തിനായി സ്തോത്രം പറയുന്നു കർത്താവേ. ദൈവമേ നന്ദി പറയുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ആമേൻ ഹല്ലേലൂയ കർത്താവേ ദിവ്യവചനം ഷെയർ ചെയ്ത് പാഷൻ ചെയ്തും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ജോയിൻ ചെയ്ത എല്ലാം കുടുംബാംഗങ്ങളെ ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ ആമേൻ. അപ്പം प्रभु यीशु मसीह का अनुग्रह, पवित्र आत्मा की संगति और सहभागिता हम सभी के साथ, प्रार्थना ध्वनि के साथ, हरेक परमेश्वर के दास दासियां विश्वासी गणों के साथ प्रभु यीशु मसीह के द्वितीय आगमन तक युगानुयुग होती रहे. आमीन आमीन എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ പാസ് ഉള്ള നന്ദി അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റർ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഷായിച്ചാന്, അവസാന പ്രാർത്ഥന എഡിസൺ പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ധനിയുടെ ട്രിവാൻഡ്രം തിരുവനന്തപുരത്തൊരു യൂണിറ്റ് ദൈവാനുദിക്കുകയാണെങ്കിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ ദൈവദാസനെ ഓർക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവാനുഗ്രഹത്തിൽ ഇന്ന് ജോയിൻ ചെയ്യുവാനായി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സംബന്ധിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം.